ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ശക്തികളെ, കഴിവുകളെ നമുക്ക് ഉണർത്താൻ സാധിച്ചാൽ നാം ഇതുവരെ ജീവിച്ച ജീവിതമാവില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതം. ഇതുവരെ നാം ജീവിച്ചത് മുഴുവൻ ചുറ്റുപാടിനെ മാത്രം നോക്കിക്കൊണ്ടാണ്, ബാഹ്യപ്രകൃതിയെ നോക്കിക്കൊണ്ടാണ്. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആന്തരിക പ്രകൃതിയെ കൂടി നോക്കിക്കൊണ്ട് നാം ജീവിക്കാൻ പഠിക്കുക. ആന്തരിക പ്രകൃതി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. എന്താ മനസ്സിനെ മനസ്സിലാക്കുക? മനസ്സെന്ന് പറയുന്ന ശക്തി, ആ മനസ്സെന്ന് പറയുന്ന ശക്തിയിലാണ് ജീവിതം എങ്ങനെയാവണമെന്ന അനുഭവം ഇരിക്കുന്നത്. മനസ്സ് ഡൗൺ ആണെങ്കിൽ ജീവിതം ഡൗൺ, മനസ്സ് ഉയർന്നതാണെങ്കിൽ ജീവിതം ഉയർന്നത്. മനസ്സെപ്രകാരമാണോ അപ്രകാരം ജീവിതം. യഥാ മന തഥാ ജീവിത, അതാണ് ജീവിതം. യത് ഭാവയതി തത് ഭവതി. അപ്പോൾ മനസ്സ് എങ്ങനെയുള്ളതാണ് എൻ്റെത്, ആ മനസ്സിനെ മാറ്റിമറിക്കാൻ, ഉയർത്താൻ കഴിയുന്ന ബോധശക്തി, മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ബോധശക്തിയും, എന്നാൽ മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മളും, ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതം. അപ്പം അങ്ങനെയുള്ളൊരു മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ, കൃത്യനിഷ്ഠകൾ നമ്മൾ ശീലിക്കണം. കാലത്തെണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും ജപവും ധ്യാനവും ഒക്കെ പരിശീലിക്കുക. അങ്ങനെ നിരന്തര പരിശീലനം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിനെ എളുപ്പം ഉയർത്തിയെടുക്കാൻ പറ്റും. കാരണം നിരന്തരമായ പരിശീലനം തന്നെ ആത്മശക്തിയായി അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ ഏതെല്ലാം നിമിഷങ്ങളിൽ മനസ്സ് ദുർബലമാവുന്നുണ്ടോ അതെല്ലാം അവർക്ക് തരണം ചെയ്ത് അവർക്കതിൽ നിന്നും പുറത്തു കടന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കൂടുതൽ ശക്തിയുണ്ടാകും. ആത്മബലം, ആത്മശക്തി, ആത്മധൈര്യം, ആത്മനിഷ്ഠ ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രതിസന്ധികളെല്ലാം പ്രയാസങ്ങളായി, വഴിയിൽ തടസ്സങ്ങളായി അവർക്ക് കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, നാം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. 34-ാം ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഉപസംഹരിപ്പിക്കാൻ വേണ്ടി വെച്ചത്. നമുക്കിന്നത് പൂർണ്ണമാക്കാം. ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം. ഇന്ദ്രിയസിന്ദ്രിയസ്യാർത്തേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേ തൗ ഹ്യസ്യ പരിപന്തിനൗ. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതായത് മനുഷ്യ മനസ്സിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടുമോ അതിനോടൊരു ആകർഷണമുണ്ട്, ആസക്തിയുണ്ട്, ഒട്ടലുണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് രാഗം. എന്നാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ച സ്നേഹവും സന്തോഷവും സുഖവും കിട്ടുന്നില്ലയോ? നിരാശ, മോഹഭംഗം, പ്രതിഷേധം വരും മനുഷ്യർ. ആകർഷണം വികർഷണമായി, അട്രാക്ഷൻ അവേർഷനായി, റിവൽഷനായി. മനസ്സ് അടുക്കുന്നതിന് പകരം അകലാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയണു, തയോർനവശമാകച്ചേത്, അതിൻ്റെ വശത്തിലേക്ക് നാം പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ വശത്തിലേക്ക് പോകരുതെന്ന് കൊച്ചു കുട്ടികളോട് പറഞ്ഞിടേ അവിടെ ഒരു പാമ്പുണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്. കാരണം അത് കൊത്തും. തീയുടെ അടുത്തേക്ക് പോകരുത് കുട്ടികളോട് പറയില്ലേ? അതിനോട് കളിക്കരുത്, പ്രശ്നമാണ് എന്ന് പറയുന്ന പോലെ നാം മനസ്സിലാക്കണം, ഇതിൻ്റെ വശത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ വശത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മളതിൻ്റെ വശത്തിലായിരിക്കുന്നത്. ഇനി എന്താ അതിൻ്റെ വശത്തേക്ക് പോകണ്ടെന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ വശത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം നാം ഗ്രഹിക്കണം. ഇതിനെ മറികടക്കാൻ കരുത്ത് നേടണം, മറികടക്കാനുള്ള ശക്തി നേടണം.
എല്ലാം ഒരു പരിധി വെച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നവർ വളരെ കുറവാണ്. കാരണം നമ്മളൊക്കെ ദുർബല ഹൃദയന്മാരാണ്. എവിടെന്നെങ്കിലും ഒരു സ്നേഹം കിട്ടിയാൽ അങ്ങനെ ഒലിപ്പിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകും. അതവിടെ കടന്ന് പിന്നീട് ദുഃഖാവധി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ പൊതുവെ കാണാം, ഫ്രണ്ട് ആവുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട് ആവുകയാണ്. ഹൂ ഈസ് യുവർ ക്ലോസ് ഫ്രണ്ട്? അങ്ങനെ പിന്നിൽ ഒലിപ്പിച്ചു പോയതാ, ആ ക്ലോസ് ഫ്രണ്ടായി. അതേ ക്ലോസ് ഫ്രണ്ടാണ് വേസ്റ്റ് എനിമിയായിട്ട് മാറുന്നത്. കാരണം അവരുടെ ഇഷ്ടങ്ങൾ കുറേ കഴിഞ്ഞാൽ മാറും. അപ്പം നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾക്കൊരു തടസ്സമാകുമ്പോൾ അപ്പോൾ അവർ നമ്മളിൽ നിന്നും മാറും. അപ്പോൾ ശത്രുതയെ, കാരണം അവർ നമ്മളിൽ നിന്നും അകന്നതുകൊണ്ടുള്ള പ്രശ്നം. ഈ തരത്തിൽ ഏറ്റവും ക്ലോസ്നെസ് വന്നോ ഏറ്റവും വലിയ അവേർഷൻ വരും. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുടെ ഇടയിലാണ് ഏറ്റവും വലിയ ശത്രുത. പിന്നെ മുഖത്ത് നോക്കാൻ അവർക്ക് പറ്റില്ല, കാരണം അത്ര കൊല്ലാനുള്ള ദേഷ്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ തന്നെ എനിക്കുള്ളൂ, ഇവൾ തന്നെ എനിക്കുള്ളൂ, ഇപ്പോൾ ഇയാളില്ലാതെ ഒരു ജീവിതമില്ലേ, ഇയാളില്ലാതെ സ്വർഗ്ഗമില്ലേ, ഇയാളില്ലാതെ ഭൂമിയില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചവർ അയാൾ വേറെ സ്വർഗവും അന്വേഷിച്ച് പോയപ്പോഴേക്കും ഈ സ്വർഗത്തിലെത്തിയവൾ ആ നരകത്തിലായിരിക്കണം. അപ്പം തൻ്റെ ജീവിതം നരകമാക്കിയ, തൻ്റെ ജീവിതം ദുഃഖമാക്കിയ ആളെ കൊല്ലാനുള്ള ദേഷ്യം. അപ്പം അതുകൊണ്ട് കുട്ടികൾ പഠിക്കണം, എനിത്തിങ് യു ഡു വെരി ക്ലോസ്ലി, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഡിസാസ്റ്റർ. എന്ത് നമ്മൾ പണ്ടുള്ളവർ പറയും, നമ്മൾ വീണയുടെ കാര്യത്തിലൊക്കെ പറയും, അതിൻ്റെ സ്ട്രിങ് നല്ലവണ്ണം ടൈറ്റ് ചെയ്താൽ അത് പൊട്ടും. ലൂസായാലും പ്രശ്നമാണ്, ടൈറ്റ് ആക്കിയാലും പ്രശ്നമാണ്. അപ്പോൾ അതിനെ ഒരു മീഡിയത്തിൽ നിർത്താനുള്ള കഴിവ്. ഇതുപോലെ ബന്ധങ്ങളെ നമ്മൾ ബന്ധനമാക്കാതെ കൊണ്ട് നടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതൊരു എളുപ്പമുള്ള പ്രക്രിയയല്ല. കാരണം നമ്മളൊക്കെ ഏറെക്കുറെ എന്ത് കിട്ടുന്നു അതിലേക്ക് കൂടുതൽ ചാഞ്ഞു പോവും. ചില വൃക്ഷങ്ങളെ പോലെയാണ്, വെയിൽ കാണുന്നിടത്തേക്കാണ് കൂടുതൽ തല പോവുക. പക്ഷെ അത് അടുത്ത ആളുടെ പറമ്പാണെന്നൊന്നും തെങ്ങിനോ ഇതിനറിയില്ലല്ലോ. അങ്ങനെ അത് പോയതാണ് തെങ്ങ്. കുറേ കഴിഞ്ഞാൽ ഈ തേങ്ങ മുഴുവൻ മറ്റുള്ളവൻ്റെ ഓടിൻ്റെ പുറത്ത് വീണ് ആ വീട്ടുകാരൻ പരാതി പറയുമ്പോൾ തെങ്ങിൻ്റെ തല തന്നെ പോയി. ഇതുപോലെ നമ്മൾ സ്നേഹം അന്വേഷിച്ച് പോയി കുറേ കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴാണ് ആ സ്നേഹം ഒരു ഭാരമായി, ദുഃഖമായി, ഒരു ബന്ധനമായി മാറുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിൻ്റെ പരിഹാരം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്നേഹിക്കണം എന്നൊന്നും തീരുമാനിച്ചു പോകരുത്. ഞാൻ ഇത്രയേ സ്നേഹിക്കുള്ളൂ, എല്ലാറ്റിനും ഒരു അടിവര ഇട്ടിട്ടേ പോകുള്ളൂ. എന്ത് വരെ ഒരു വര ഇടാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം മനസ്സങ്ങനെ ഒരു മീനിൻ്റെ സ്വഭാവം പോലെ, ഇര കണ്ടാൽ അതങ്ങനെ ഓടിപ്പോവും. അത് വലയുണ്ടെന്നോ അതിൻ്റെ പിന്നിലൊരു എന്താ പറയുക ഹുക്കുണ്ടെന്നോ ഒരു ചൂണ്ടയുണ്ടെന്നോ അത് കാണില്ല അത്. അപ്പം അതുകൊണ്ട് നാം ഇതിനോടൊപ്പം തന്നെ ഒരു പാരലായിട്ട് ഒരു ബന്ധം കൂടി ഉണ്ടാക്കിയാൽ മതി. ഏത് ബന്ധം? ഭഗവാനോടുള്ള ബന്ധം, ആത്മീയമായൊരു ബന്ധം, ആത്മീയമായൊരു സാധന. നിങ്ങൾ ദിവസവും ധ്യാനവും ജപവും പരിശീലിച്ച് നോക്കൂ. കൂടുതൽ നിങ്ങൾക്ക് ഭഗവാനോട് മാനസികമായി അടുക്കാൻ സാധിക്കുമ്പോൾ, ഒന്നിനോട് അടുപ്പം വരുമ്പോൾ മറ്റൊന്നിനോടുള്ള തീവ്രമായ അടുപ്പത്തിൻ്റെ ശക്തി ഒന്ന് കുറയും. എന്നു മാത്രമല്ല, ഒന്നിനോട് കൂടുതൽ അടുപ്പം വരുമ്പോൾ മറ്റൊന്ന് നമ്മളെ ഒന്ന് അകറ്റിയാൽ പോലും നമ്മളത് ആന്തരികമായി തകർക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഉപാസന അത്ര അനിവാര്യമാണെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കുട്ടികളൊക്കെ അത്തരം ഉപാസനകൾ ശീലിച്ചതുകൊണ്ടാണ് അവർക്കൊക്കെ കടുത്ത ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ പറ്റി. നിങ്ങൾ നോക്കൂ, എനിക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പഴയ മുത്തശ്ശിമാരെയൊക്കെ കണ്ട് പഠിക്കണം, അല്ലെങ്കിൽ അവരെ ചരിത്രം പഠിക്കണം. 6-7 മക്കൾ, ദാരിദ്ര്യം, അന്ന് വലിയ വീടുകളില്ല. ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ദൂരെ പോകണം. അതും വലിയ സമ്പന്നരുടെ വീട്ടിലെ അന്നൊക്കെ ഇന്ത്യൻ ക്ലോസറ്റ് പോലും ടോയ്ലറ്റൊക്കെ അടച്ചു പൂട്ടിയ ടോയ്ലറ്റൊക്കെ ഉള്ളൂ. അല്ലാത്തവരുടെയൊക്കെ വീട്ടിൽ വല്ല മറകളൊക്കെ ഉള്ളൂ. കുളിക്കണമെങ്കിൽ ദൂരെ കുളങ്ങളിൽ പോകണം, അല്ലെങ്കിൽ വല്ല മറച്ച് കിട്ടിയ ഷെഡുകളിൽ കുളിക്കണം. ആലോചിച്ചൊക്കെ വന്ന് അവരെന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയത്. ഈ സുഖസൗകര്യങ്ങളുടെ ഒരംശം പോലും അവർക്കുണ്ടായിരുന്നു. ഇനി കുട്ടിക്ക് വല്ല അസുഖവും വന്നു, ഡോക്ടർ
അന്നൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞ വല്ല സിറ്റികളിലാണ്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വല്ല കമ്പൗണ്ടർമാരാണ്. അവർക്ക് എത്ര അറിവുണ്ടാവും? പിന്നെ വൈദ്യന്മാരാണ്, ആ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്ന്, ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ. പക്ഷെ അവർ തളരാതെ പതറാതെ പിടിച്ചു നിന്നതുകൊണ്ടാണ് ആ തലമുറകളെല്ലാം രക്ഷപ്പെട്ടു പോകുന്നത്. ആ അമ്മമാരോട് അന്ന് അവർക്ക് അത്ര ബഹുമാനവുമായിരുന്നു. അമ്മയെ ഈശ്വരതുല്യം കാണുമായിരുന്നു. കാരണം അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ കുട്ടികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്രയും സഹനശക്തി ഉണ്ടോ കുട്ടികൾക്ക്? കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളായി വീട്ടിൽ, പരസ്പരം ധാരണ പ്രശ്നങ്ങൾ, സംശയ രോഗങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ മാറി കുറേ കഴിഞ്ഞ കടുത്ത ശത്രുതയായിട്ട് തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ ബന്ധം തകർന്നു പോവുക. ഈ തരത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം ശിഥിലമാകുമ്പോൾ അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ പരിഹരിക്കാൻ: ഉപാസനയിൽ ഉറച്ചു നിൽക്കുക. ഇന്നതൊന്നുമില്ല. നമ്മൾ വളരെ പ്രബുദ്ധരായിപ്പോയി. വിദ്യാഭ്യാസം കൊണ്ടങ്ങോട്ട് എവിടെ എത്തി നിൽക്കുകയല്ലേ? വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസം എന്താണ്? കുറേ ജീവിതത്തിൽ ഉപകരിക്കുകയായിരിക്കും കുറച്ചൊക്കെ, എന്നാലും നല്ലൊരു ശതമാനം ഉപകരിക്കാത്ത കുറേ വേണ്ടാത്ത സാധനങ്ങൾ അറിവ് കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടത് മനോബലവും ആത്മശക്തിയും മാനസിക പക്വതയുമാണെന്ന് നാം പഠിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ബുദ്ധിയിൽ കുറച്ച് ലോകവിവരം തരും എന്നല്ലാതെ മനസ്സിനെ ഉയർത്തില്ല എന്ന് നാം തിരിച്ചറിയണം. മനസ്സിനെ ഉയർത്തണമെങ്കിൽ നമുക്ക് ഉപാസനാദി സംസ്കാരങ്ങൾ തന്നെ വേണം. ഇതാണെന്ന് എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത്. നിങ്ങൾ എൻട്രൻസിന് ചേർത്തിക്കോളൂ, കോച്ചിങ് ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചോളൂ. പക്ഷെ അതൊക്കെ ബുദ്ധി മാത്രമേ അവർക്ക് വികസിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഓർക്കുക. മനസ്സിലാണ് ജീവിതമിരിക്കുന്നത്. അവിടെയാണ് രാഗദ്വേഷവും വ്യവസ്ഥിതം. ഒരാളോടുള്ള ഇഷ്ടം ബുദ്ധിയിലല്ല, മനസ്സിലാണ്. എൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നി, എൻ്റെ മനസ്സിന് അയാളോടൊരു താല്പര്യം തോന്നി, അവളോട് എനിക്കൊരു ഇഷ്ടം തോന്നി. ഇതെവിടെ ഇഷ്ടം? മനസ്സിലാണ്. ആകർഷണം മനസ്സിലാണ്. അതേ മനസ്സിൽ തന്നെയാണ് നാളെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിഷാദവും പ്രതിഷേധവും, പൊട്ടിത്തെറിക്കുന്ന പ്രതിഷേധവും ഒക്കെ കിടക്കുന്ന ആ മനസ്സിലാണ്. അതുകൊണ്ട് ഇന്നത്തെ അടുപ്പം നാളത്തെ അകൽച്ചയാകുന്നതിന് മുമ്പ് നാം ധീരതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മനസ്സിന് ശക്തി ഉണ്ടാക്കുന്ന ഉപാസന വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തയോർന്ന വശമാകച്ചേത്. അതിൻ്റെ വശത്തിലേക്ക് പോകരുത്. തൗ പരിബന്ധിനോ അസ്യ. പരിബന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശത്രുക്കളാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞ എത്ര സത്യമാണ് നോക്കൂ. നിങ്ങൾ രാഗദ്വേഷങ്ങളുടെ പിടിയിൽപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം തകർന്നു എന്ന് നോക്കിയാൽ മതി. കാരണം തകർന്നിരിക്കും. നിങ്ങൾക്ക് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടോ പലരോടും പലതിനോടും, അത്രമാത്രം നിങ്ങൾ ദുഃഖിക്കാനും വേദനിക്കാനും പൊട്ടിത്തെറിക്കാനും വിഷമിക്കാനും വിഷാദത്തിലേക്ക് പോകാനും ബാധ്യസ്ഥരാണ്. ഇനി നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭർത്താവട്ടെ, നിങ്ങൾ പറയുന്നതൊക്കെ വാങ്ങിച്ചു തന്നും അങ്ങനെയുള്ളൊരു ഭർത്താവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാര്യയെ കിട്ടിയിരിക്കുക. അങ്ങനെയുള്ളൊരു ഭാര്യ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞു, അതൊന്നും കൂടി പറയാം. ബോംബെയിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കുട്ടിയോടുകൂടി ആത്മഹത്യ ചെയ്തതാ കാരണം. ഭർത്താവ് ദ്രോഹിക്കുന്നവനല്ല, അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ്. ആ ഭർത്താവ് കോവിഡ് വന്ന് മരിച്ചു. ഈ സ്ത്രീക്ക് താങ്ങാൻ പറ്റിയില്ല. അവർ 7ാമത്തെ 8ാമത്തെ നിലയിൽ കുട്ടിയോടുകൂടി ചാടി. അത് 3 വയസ്സുള്ള കുട്ടി. പാവം എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് 2 തരത്തിലും ദുരിതമാണ്. സ്നേഹിക്കുന്നവർ വിട്ടുപോയാൽ അതും താങ്ങാൻ പറ്റില്ല. നമ്മളെക്കാളും താല്പര്യം വേറെ പലതിനോടുമായിട്ട് നമ്മളെ അവഗണിക്കുന്ന ആളുകളെ അതും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ജീവിതം എങ്ങനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും? തളർന്ന മനസ്സുകൊണ്ട് വളരുന്ന ജീവിതം ഇംപോസിബിൾ. തളരുന്ന മനസ്സിൽ തളർന്ന ജീവിതം, തകർന്ന ജീവിതം. അപ്പോൾ വളരുന്ന മനസ്സ് വേണം. അപ്പോഴാണ്
വളരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ ഉയരുന്നത്. വളർച്ചയാണ് ഉയർച്ച, തളർച്ചയാണ് തകർച്ച. അങ്ങനെയല്ലേ? വളരുന്ന ചെടിയിലേ ഉയർന്നു പോകാറുള്ളൂ. തളരുന്ന ചെടി ഉയർന്ന് വളർന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കൂ. അപ്പോൾ വളരുന്ന മനസ്സിനെ ഉയരാൻ പറ്റുള്ളൂ, തളരുന്ന മനസ്സേ തകരുകയുള്ളൂ. ഇപ്പം നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തൗഹ്യസ്യ പരിബന്ധിനം. ഇത് ശത്രുക്കളാണ്, ഇത് നമ്മുടെ ശത്രുക്കളാണ്. ഏത്? ഈ രാഗദ്വേഷങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് ശത്രുക്കളാണെന്ന് പറയാൻ കാരണം അത് രണ്ടും എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. ഇന്നത്തെ ആസക്തി നാളത്തെ അകൽച്ചയാവാം, ഇന്നത്തെ സ്നേഹം നാളത്തെ വെറുപ്പാവാം. അപ്പം അതുകൊണ്ട് ഇന്ന് നിൽക്കുന്ന സ്നേഹം നാളെ നിൽക്കുമെന്ന് നമ്മൾ കരുതി അതിന് നമ്മൾ പ്രതിവിധികൾ എടുക്കാതിരുന്നാൽ നാളെ സ്നേഹം തകർന്നതിന് ശേഷം മനസ്സിനെ നേരെയാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് പോയിക്കോളൂ, ലോകത്തിലെ നമ്പർ 1 കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയാലും കൈവിട്ടുപോയി. കൗൺസിലിങ്ങിന് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു ആളുകൾ. അതൊന്നും തന്നെ മനസ്സിലായിക്കൂടെ? കൗൺസിലിംഗ് കൊണ്ട് അവരുടെ വിഷാദത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഈ വിഷാദങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമുക്കെന്ത് വേണം? തയോർന്ന വശമാകെ ചെയ്ത് ആ വശത്തിലേക്ക് പോവാതിരിക്കാൻ എന്ത് വേണം? മനസ്സേതെങ്കിലും ഒരു വശത്തേക്ക് തിരിയും, മനസ്സിന് ഏതെങ്കിലും ഒരു വശം വേണം. അപ്പോൾ ഏത് വശത്തിലേക്ക് തിരിയണം? നാം ഉപാസനകളുടെ, അനുഷ്ഠാനങ്ങളുടെ, കൃത്യനിഷ്ഠയുടെ, സാധനകളുടെ വശത്തിലൂടെ അങ്ങനെ പോയാൽ വേറൊരു വശത്തിലൂടെ അത് പോവില്ല. അമ്മമാർ കുട്ടികളെ ഡീൽ ചെയ്യുന്ന ആ മനസ്സ് നമുക്കുണ്ടാവണം എന്നർത്ഥം. അതായത് കൊച്ചു കുട്ടികളെയും കൊണ്ട് അമ്മമാർ ചിലപ്പം അത്യാവശ്യത്തിന് വല്ല ഷോപ്പിങ്ങിനൊക്കെ പോയി കാരണം കുട്ടിയെ വീട്ടിലെടുത്തണമല്ലോ വിചാരിച്ചിട്ട് അമ്മ കുട്ടിയും കൂടെ കൊണ്ടുപോയി. കുട്ടിക്കാണെങ്കിൽ ചോക്ലേറ്റ്, കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ കാണുന്ന സമയത്ത് കുട്ടിക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് കിട്ടാനുള്ള വാശിയും, കരഞ്ഞ് പിഴിഞ്ഞ് കുട്ടി ബഹളം വയ്ക്കും. അപ്പോൾ അമ്മമാരെന്ത് ചെയ്യും? ഓരോ കഥകൾ പറഞ്ഞ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിനെ, ആ കുട്ടി ആഗ്രഹിച്ചത് എന്താണോ അതിന്ന് മനസ്സ് മാറ്റി വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് നാളെ നമുക്കതുണ്ടാക്കണം, അല്ലേ? നിനക്കിഷ്ടമാണല്ലോ ആ സാധനം, നമുക്കതുണ്ടാക്കണം, അത് ഏത് കടയിൽ കിട്ടും നിനക്കറിയും എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ ശ്രദ്ധ അമ്മ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും സാധനത്തിലേക്ക്, അതാണ് അവനും കൂടി ആവശ്യമാണ്, അവൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സിലിങ്ങനെ, കുട്ടിയുടെ ഉള്ളിൽ അപ്പോഴൊരു പരിഭവമുണ്ട്, എനിക്ക് എൻ്റെ ചോക്ലേറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് പോകാൻ നേരത്തെ കുട്ടികൾ എനിക്ക് ചോക്ലേറ്റ്. അപ്പോൾ അമ്മ പോയിട്ടൊരു ചെറിയ ചോക്ലേറ്റ് എവിടെയെങ്കിലും ഒപ്പിച്ച് തൽക്കാലം പ്രശ്നം പരിഹരിക്കും. ഇതുപോലെ നമ്മൾ ഉപാസനാദി സംസ്കാരങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുവന്നാൽ, നിരന്തരം അതിനെ പിടിച്ചു നിർത്തിയാൽ മറ്റേ വഴിയിലൂടെ അത് പോവില്ല. ഒരു വഴിയിൽ മനസ്സുറപ്പിച്ചാൽ അത് വേറൊരു വഴിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവില്ല, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് പോവില്ല. ശബരിമല അമ്പലത്തിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. പമ്പ കണ്ട് കയറി കഴിഞ്ഞാൽ 2 റോഡുകളുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് റോഡ് വേണമെന്ന്. എന്നതുപോലെയാണ് ഇവിടെ നമുക്ക് 2 വഴികളുണ്ട്. ശ്രേയസ്സിൻ്റെ വഴിയുണ്ട്, പ്രേയസ്സിൻ്റെ വഴിയുണ്ട്. ശ്രേയസ്സിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകാൻ തുടങ്ങിയാൽ ഈ രാഗദ്വേഷങ്ങളൊക്കെ അവിടെ കിടന്നോളും, ഉപദ്രവിക്കില്ല, നമ്മളെ തകർക്കില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, നിങ്ങളെ തകർക്കുന്ന സാധനങ്ങൾ നിങ്ങളിലുണ്ട്, അവഗണിക്കരുത്, കാണാതെ പോകരുത്. ഇത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനു മുമ്പ് മറ്റൊരു മാർഗത്തിലൂടെ ചലിക്കാൻ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കൂ. അതിനുവേണ്ടി നിങ്ങൾ ഉപാസന അനുഷ്ഠിക്കൂ, കോംപ്രമൈസ് ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് മനോഹരമാണ് നോക്കൂ. എന്നിട്ട് കൃഷ്ണൻ ഇനി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കിവിടെ എന്തൊക്കെയാണ് ശരിക്കും ചെയ്യാനുള്ളത്. അടുത്ത ശ്ലോകവും അതിഗംഭീരമാണ്. നമുക്ക് തുടങ്ങി വയ്ക്കാം. 35-ാം ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൽ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഈ ശ്ലോകം അതിഗംഭീരാണ്. നിങ്ങളെല്ലാവരും ബൈഹാർട്ട് പഠിക്കണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ
പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹം. ഇവിടെ ഭഗവാൻ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വധർമ്മം പിന്നെ പരധർമ്മം. സ്വധർമ്മം പരധർമ്മം, ഈ 2 വാക്കുകൾ മറക്കരുത്. സ്വധർമ്മം പരധർമ്മം. എന്നിട്ട് പറഞ്ഞു സ്വധർമ്മം ശ്രേയാൻ. അതും ചില സമയത്ത് നമ്മുടെ സ്വധർമ്മം വിഗുണം എന്ന് പറഞ്ഞാൽ നാം അത്ര അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് അത്ര താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ പോലും സ്വധർമ്മം ശ്രേയാൻ, ശ്രേഷ്ഠകരമാണ്, ഏറ്റവും ശ്രേയസ്കരമാണ് സ്വധർമ്മം. അപ്പം എന്താ ഈ സ്വധർമ്മം എന്നുള്ളത്? ഈ ഒരു ശ്ലോകമാണെങ്കിൽ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട ശ്ലോകമായതുകൊണ്ട് 18-ാം അധ്യായത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ശ്ലോകത്തിന് റിപ്പീറ്റേഷൻ ഉണ്ട്, ചെറിയൊരു വ്യത്യാസത്തോടുകൂടി. അത് നമുക്ക് 18-ാം അധ്യായത്തിൽ കാണാം ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം എന്താ ഈ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മൾ ധർമ്മം എന്ന് പറയുമ്പോൾ ധരതി, നിലനിർത്തുക എന്നെപ്പോഴും ഓർക്കണം. ധൃ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം വരുന്നത്. ധൃ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. അപ്പം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിർത്തണോ? യെസ്. അതെന്തിനാണ് നമ്മൾ നിലനിർത്തുന്നത്? കാരണം നമ്മളെ നിലനിർത്തുന്നതുകൊണ്ട്. നമ്മളെ നിലനിർത്തുന്നതിൻ്റെ പേരാണ് സ്വധർമ്മം. എത്ര വ്യക്തമാണ് നോക്കൂ. അപ്പോൾ നമ്മളെ നിലനിർത്തുന്നതിനെ നാം നിലനിർത്തിയിട്ടില്ലെങ്കിൽ, അതിനെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, അത് പിന്നീട് വലിയ പശ്ചാത്താപത്തിനും ദുരന്തത്തിനും ദുഃഖത്തിനും കാരണമാവും. എന്താണ് അങ്ങനെ പറഞ്ഞത്? എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഭാഗവതവും ഭഗവത്ഗീതയും അതുപോലെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലായിട്ട്, ഒരു മനുഷ്യൻ 5 ധർമ്മങ്ങൾ, 5 കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നല്ലൊരു ജീവിതം അടുത്ത തലമുറയ്ക്ക് വേണ്ടി നൽകാൻ സാധിക്കും. 5 കാര്യങ്ങൾ. അപ്പം അതിൽ എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? നമുക്ക് 5 വിരലുള്ള പോലെ 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രധർമ്മം. രാഷ്ട്രധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൃഷ്ണൻ അർജുനനോട് പറയുന്നതും രാഷ്ട്രധർമ്മമാണ് പ്രധാനമായിട്ട്. എന്നാൽ രാഷ്ട്രധർമ്മം മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രധർമ്മം എന്ന് പറഞ്ഞാൽ നാം ഏതൊരു രാജ്യത്തിലാണോ ജീവിക്കുന്നത് ആ രാഷ്ട്രം സുരക്ഷിതമായിട്ടിരുന്നാലേ നമ്മളിവിടെ സുരക്ഷിതരാവുള്ളൂ. മനസ്സിലായില്ല? ഈ രാഷ്ട്രത്തെ തകർക്കാനുള്ള ദുഷ്ടശക്തികൾ, വിഘടന ശക്തികൾ, രാഷ്ട്രവിധ്വംസ ശക്തികൾ ചുറ്റും പരുന്തിനെ പോലെ, അല്ലെ കഴുകനെ പോലെ ദൂരെ നിന്ന് നമ്മളെ തകർക്കാനുള്ള വഴികൾ നോക്കുമ്പോൾ നാം നിശബ്ദരായിട്ടിരുന്നാൽ പിന്നീട് അവർക്ക് എളുപ്പം നമ്മളെ തകർക്കാൻ സാധിക്കും. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത എന്നെ വളരെയധികം, ഈ പറഞ്ഞത് എത്ര സത്യമാണെന്നുള്ളത് എനിക്ക് തന്നെ വായിച്ചപ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടായി. കാരണം ഈ പറയുന്നത്, ഞാൻ ഈ സ്വധർമ്മോ നിധന ഈ ശ്ലോകം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ആ വാർത്ത പെടുന്നത്. അന്നത്തെ ന്യൂസ് പേപ്പർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ, ഞാൻ എൻ്റെ ശ്രദ്ധ അതിലേക്ക് ആദ്യം പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം എടുത്തു വയ്ക്കാൻ വേണ്ടി അതിൽ തന്നെ എൻ്റെ കണ്ണ് പതിഞ്ഞു. നോക്കുമ്പോൾ ഇതാണ് വാർത്ത. അതായത് അഫ്ഗാനിസ്ഥാൻ, നിങ്ങൾക്കറിയാലോ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ് ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി കുറേയധികം ബോംബിടലും സ്കൂളുകൾ നശിപ്പിക്കലും അതും ഇതൊക്കെ ആയിട്ട് വലിയ ധ്വംസന പ്രവർത്തികൾ നടത്തിയപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർക്ക് സൈന്യത്തെ കൊടുത്ത് സഹായിക്കേണ്ടായി. ഇപ്പോൾ ആ നാറ്റോ സൈന്യം അവിടുന്ന് പിൻവലിഞ്ഞു, അമേരിക്കൻ സൈന്യമൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ താലിബാൻ വീണ്ടും ശക്തി കൂടി. അപ്പോൾ താലിബാൻകാർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ ഒറ്റിക്കൊടുക്കാൻ ആരൊക്കെയാണോ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആ കുടുംബം മുഴുവൻ ഞങ്ങൾ തകർക്കുന്നു. അതായത് തീവ്രവാദം വീണ്ടും ശക്തിപ്പെടാൻ പോകുന്നു എന്ന്. അപ്പോൾ
അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, ഈ താലിബാനെതിരെ ഞങ്ങൾ തന്നെ ആയുധമെടുത്തോളാം പട്ടാളത്തിൻ്റെ കൂടെ. കാരണം ഞങ്ങളെ തകർക്കാൻ, ഈ രാജ്യത്തെ തകർക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളത്തെ തലമുറയ്ക്ക് ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ താലിബാൻകാർക്ക് പേടി. കാരണം ജനങ്ങൾ മൊത്തം അവർക്കെതിരായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആയുധം കൊണ്ട് എന്ത് കാര്യം? കാരണം അവരുടെ കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്കൻ സൈന്യം പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആയുധം നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ അവരെ അങ്ങോട്ട് തീർത്തോന്നു. അപ്പോൾ ഈ തരത്തിൽ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ നാം അശ്രദ്ധ കാണിച്ചാൽ അവിടെയാണ് വിധ്വംസക ശക്തികൾ ക്രമേണ വളർന്ന് ശക്തി പ്രാപിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കണ്ണ് 4 ഭാഗത്തും വേണം. വിധ്വംസക ശക്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം. നാം എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഇതിനേക്കാളും വലിയ ക്യാമറ വേറെ ഇല്ല. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവരും ചുറ്റുപാട് നോക്കിക്കൊണ്ട് രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും പ്രവൃത്തി നടത്തുന്നവരുണ്ടോ, അങ്ങനെ ഗൂഢാലോചനകൾ നടത്തുന്നവരുണ്ടോ, അതിന് പ്രചാരം കൊടുക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊണ്ടിരുന്നാൽ ക്രമേണ അവരെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒരു ശക്തി നമ്മുടെ ഗവൺമെൻറ് ശക്തികൾക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് രാഷ്ട്രം സുരക്ഷിതമല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? ഇരിക്കുന്ന മണ്ണിളകിപ്പോയിട്ട് പിന്നെന്ത് ജീവിതം? അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.